ഈ പെങ്കൊച്ചിന് എന്തിനാണെന്നറിയോ എൻ്റെ ചായക്കടേൻ്റെ മുമ്പിൽ നിർത്തിയത്? എൻ്റെ ചായക്കടേൻ്റെ ബാക്കിലൊരു IT കമ്പനി ഇല്ലേ, ഇവിടെ നിന്ന് ഓരോരുത്തന്മാർ വന്ന് ചായ കുടിച്ച് കടം പറഞ്ഞു പോയി ഒരു ചില്ലിക്കാശ് എനിക്ക് കിട്ടാറില്ല. ഇവന്മാരാണെങ്കിൽ ഈർക്ലീമ തുണി ചുറ്റിയ ഓടി വന്ന് അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നവരാ. ഇനി ഇവളെ കണ്ടിട്ട് ഇവിടുന്ന് കടം വാങ്ങിച്ചു പോയവന്മാരൊക്കെ ചായ കുടിക്കാൻ വരും. അവരെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് വേണം എനിക്ക് കാശ് വാങ്ങാൻ. ഹലോ ചേട്ടാ, ഞാനാണ് ഫ്ലൈറ്റ് ഓടിക്കാൻ പോകുന്നത്. ചേച്ചി ജീവനിൽ കൊതിയുണ്ടെങ്കിൽ പിടിച്ചിരുന്നോ? എനിക്ക് വലിയ പിടിപാടൊന്നുമില്ല. ആ തൊപ്പി വെച്ച ചേട്ടാ, തോറ്റു തൊപ്പിട്ടിരിക്കാല്ലേ? ആ ഓക്കെ ഡൺ. ചേച്ചി ചേച്ചിക്ക് വെച്ച് പരച്ചൂട്ടൊന്നും ഇതിലില്ല കേട്ടോ. ചേച്ചിക്കും ചേട്ടൻ്റെ ഉറക്കം കാണുമ്പോൾ കൊതിയാവുന്നു. ഫ്ലൈറ്റ് ഒന്ന് പൊക്കിയിട്ട് വേണം ഇതേപോലെ ഒന്ന് എനിക്ക് കിടന്നുറങ്ങാൻ. നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നരുത്, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പെട്ടെന്ന് എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. ഇന്നലെ രാത്രി ഇവളെ വീടിൻ്റെ മതിലിൽ ചാടി ഇവളെ ഒന്ന് കാണാൻ ഞാൻ പോയതായിരുന്നു. പക്ഷേ ആൾക്കാരൊക്കെ കൂടി എൻ്റെ കട്ടിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു കെട്ടറ താലി കൊട്ടറ മേളെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം കെട്ടേണ്ടി വന്നു. അതുകൊണ്ടാട്ടോ ആരും വിളിക്കാൻ പറ്റാതിരുന്നത്. മോനെ പ്രഭാകര, എൻ്റെ നടുവിന് ചെറിയൊരു വേദന വന്നപ്പോൾ നിന്നോട് ഞാൻ നടു ഒന്ന് മസാജ് ചെയ്യാൻ പറഞ്ഞതാണ്. അല്ലാതെ എൻ്റെ നടുമ്പുറത്ത് ചെണ്ടമേളം നടത്താനോ തബല വായിക്കാനോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിനുള്ളത് ഞാൻ തരാം. പുതിയൊരു സ്കൂട്ടർ മോൻ അവിടെ അടിയിൽ വാങ്ങിച്ചു വെച്ചിട്ടില്ല, അതിൻ്റെ സീറ്റ് ഞാൻ കാണിച്ചു തരാം.